നെക്സ്റ്റ് ടോപ്പിക്കാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കോസ്റ്റ് ഷീറ്റിൻ്റെ തന്നെ വേറൊരു പ്രോബ്ലം ബേസ്ഡുള്ള ടോപ്പിക്കാണ്. സോ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അനാലിസിസ് പോലത്തെ ഒരു സംഭവമാണ്. സോ അപ്പോൾ നമുക്ക് എന്താണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. സോ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. സോ അപ്പം എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ അപ്പം ഫിനാൻഷ്യൽ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. അതായത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ടോട്ടൽ പ്രോഫിറ്റിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് എയിം ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയിം ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് റിപ്പോർട്ടിംഗ്, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഈ രണ്ട് അക്കൗണ്ടുകളും മെയിൻലി ഫോക്കസ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെയാണ്. പക്ഷേ ഇവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുമ്പോൾ കുറച്ച് ചേഞ്ചസ് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകും. അത് മെയിൻലി ബേസ്ഡ് ഓൺ ദ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ അണ്ടർ ആൻഡ് ഓർ അബ്സോർപ്ഷൻ ഓവർ ഹെഡ് ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളിനകത്താണ് മെയിൻലി ഈ ഒരു വേരിയേഷൻ നമുക്ക് കാണിക്കുന്നത്. സോ ഈ വേരിയേഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രോഫിറ്റ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റോ പ്രിപ്പയർ ചെയ്യുന്നതാണ് ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻ ഓർഡർ ടു വെരിഫൈ ദ കറക്റ്റ്നെസ്, അല്ലെങ്കിൽ ആ കറക്റ്റായി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. എന്നിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രോഫിറ്റ് ഡിസഗ്രിമെൻ്റ് ആവുന്നത് എന്നുള്ള കാര്യം ഷോ ചെയ്യും. അതാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടിന് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനകത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വെരിഫൈ ചെയ്ത് അതെന്തൊക്കെ കാരണങ്ങളാണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിനും കോസ്റ്റ് അക്കൗണ്ടിനും പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തൊക്കെ ഡിസഗ്രിമെൻ്റാണ് പ്രോഫിറ്റ് ഉണ്ടായെന്ന് കണ്ടുപിടിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ, എന്താണ് ഒരു റീകൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിൻ്റെ ആവശ്യകത എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റീകൺസിലേഷൻ ഹെൽപ്സ് ഇൻ ചെക്കിംഗ് ദ അർത്ഥമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബോത്ത് സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിൻ്റെയും അർത്ഥമാറ്റിക്കൽ ആക്യുറസി എന്തുമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് എന്തുകൊണ്ടാണ് പ്രോഫിറ്റിനകത്ത് ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, മെത്തേഡ് ഓഫ് ബേസ് ഓഫ് ഡിപ്രിസിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂണിഫോമായിട്ട് ഫോർമുലേറ്റ് യൂണിഫോം പോളിസീസ് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ ഇൻറ്റേർണൽ കൺട്രോൾ, എന്തെങ്കിലും ഇൻറ്റേർണലുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണോ ഡിസഗ്രിമെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് പ്രൊമോട്ട് കോർഡിനേഷൻ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റും തമ്മിലുള്ള കോർഡിനേഷനും കോപ്പറേഷനും പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കോസ്റ്റ് ഡേറ്റ ബിക്കം മോർ റിലയബിൾ ആവും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രോഫിറ്റിൽ ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവുന്നതാണ്. 6 കാരണങ്ങളാണ് മെയിൻലി ഉണ്ടാവുന്നത്. 1, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാത്രം കാണുന്ന ഐറ്റംസ്. 2, കോസ്റ്റ് അക്കൗണ്ടിൽ മാത്രം കാണുന്ന ഐറ്റംസ്. പിന്നെ അഡോപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റോക്ക് വാല്യുവേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിനെടുക്കുന്ന ബേസിസിനകത്ത് ഉണ്ടാകുന്ന ഡിഫറൻസ്. പിന്നെ അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓവർ ഹെഡ്സ്. പിന്നെ റേറ്റ്സ് ഓഫ് ഡിപ്രിസിയേഷൻ പല മെത്തേഡ്സാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിനും ഫിനാൻഷ്യൽ അക്കൗണ്ടിനും എടുക്കുന്നത്, അതുകൊണ്ടുള്ള ഡിഫറൻസ്. പിന്നെ അതുപോലെ അബ്നോർമൽ ലോസസ്, ഗെയിൻസ്, ഒരു അക്കൗണ്ടിൽ മാത്രം ചിലപ്പം ലോസോ ഗെയിൻസോ ഉണ്ടാവാം. അതൊക്കെ കാരണത്താലാണ് നമുക്ക് പല തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവുന്നത്. സോ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇനി താഴെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസാണ്. അതിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ചാർജ്, ഫിനാൻഷ്യൽ ഇൻകം, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് വില്ല് റിട്ടേൺ ഓഫ് ചെയ്യുക, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അസെറ്റ്, ചാരിറ്റബിൾ ഡൊണേഷൻ, ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ്. ഫിനാൻഷ്യൽ ഇൻകത്തിൽ വരുവാണെങ്കിൽ അസറ്റിൻ്റെ സെയിൽസ്, അതിനകത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ലോസ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് റിസീവ് ചെയ്യുക, ഡിസ്കൗണ്ട്, കമ്മീഷൻ, ബാഡ് ഡെബ്റ്റ്സ് കിട്ടുക, ട്രാൻസ്ഫർ ഫീ അങ്ങനെയുള്ള കാര്യങ്ങൾ.
അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പെയ്ഡ്, ട്രാൻസ്ഫർ ടു റിസർവ്, ടാക്സ് ഓൺ പ്രോഫിറ്റ്, അഡീഷണൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെഷ്യലി ചാർജ്ഡ് ടു റവന്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിനകത്ത് വരുന്നത്. ഐറ്റം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിൽ മാത്രം അപ്പിയർ ചെയ്യുന്ന ഐറ്റംസ് ആണ്. നമ്മൾ നോഷണൽ ചാർജസ് എന്നാണ് പറയുന്നത്. നോഷണൽ ചാർജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കൺസേൺസ്, അതായത് ഓരോ കമ്പനികളോ ബിസിനസ്സോ പേ ചെയ്യാണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസ് പേ ചെയ്യുന്ന ചാർജസിനാണ് നമ്മൾ നോഷണൽ ചാർജസ് എന്ന് പറയുന്നത്. സോ ഈ നോഷണൽ ചാർജസ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ നോട്ട് മെയ്ഡ് ഇൻ ദി കോസ്റ്റ് അക്കൗണ്ട്. സോ കോസ്റ്റ് പെർ യൂണിറ്റ് കൺസേൺ കമ്പയർഡ് ലോവർ ദാൻ ദി കൺസേൺ വിത്ത് സച്ച് എ പേയ്മെൻറ്റ്സ് ആർ ടു മെയ്ഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ അവിടെ എന്താ ലോ ആയിട്ട് കാണിക്കും. അപ്പം ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ നോഷണൽ റെൻറ്റ്, പിന്നെ പ്രൊപ്പറേറ്ററി സാലറി ഫോർ ദ പ്രൊപ്പറേറ്ററി വെയർ ഹി വർക്ക്സ് ഇൻ ദ ബിസിനസ് ഡസ് നോട്ട് ഹാവ് ടു പേ. അതായത് പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ, അതായത് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി ആ കമ്പനിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കമ്പനിയിൽ നിന്ന് പ്രോഫിറ്റ് ആണല്ലോ അവരുടെ ഇൻകം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോഷണൽ ചാർജസിനകത്ത് വരുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസ് കോസ്റ്റ് അക്കൗണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഇത് സ്റ്റോക്ക് വാല്യൂഷനകത്ത് വരുന്ന ഡിഫറൻസ് ആണ്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിൽ മോറായിട്ട് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രോഫിറ്റ് ആയിരിക്കും കൂടുതൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റിനെ കാട്ടിയും. അതുപോലെ വൈസ് ആയിരിക്കും. പിന്നെ എന്താ അണ്ടർ ഓർ അബ്സോർപ്ഷൻ ഹെഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിൽ ലെസ് ആയിരിക്കും. സോ കോസ്റ്റ് പ്രോഫിറ്റ് വിൽ ബി മോറായിട്ട് കാണിക്കും. ഡിപ്രിസിയേഷൻ അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓരോ അക്കൗണ്ടിലും അതിൻ്റേതായ രീതിയിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ ആയിരിക്കും. പിന്നെ അബ്നോർമൽ ലോസസ് ആൻഡ് ഗെയിൻസ് ഓരോ ബുക്കിലും അവരുടേതായ രീതിയിലുള്ള ലോസും ഗെയിൻസ് ഉണ്ടാവും. അതും പ്രോഫിറ്റിൻ്റെ ഡിസഗ്രിമെൻറ്റിന് കാരണമാവാം. സോ ഇതൊക്കെയാണ് ബേസിക് ഐറ്റംസ് എന്ന് പറയുന്നത്. ഡിസഗ്രിമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം കാണിക്കുന്ന ഐറ്റംസ്, കോസ്റ്റ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റംസ്, സ്റ്റോക്ക് വാല്യൂഷനിൽ കാണിക്കുന്ന ഐറ്റംസ്, പിന്നെ ഇവയൊക്കെ. ഇത്രയുമാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്തുള്ള തിയറി പോർഷൻസ്. ഇനി നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ഓരോന്നായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്ത് പോകാം.